പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ ഹാപ്പി ന്യൂ ഇയർ, പുതുവത്സരാശംസകൾ. 2024 നിങ്ങളുടെ വർഷമായി തീരട്ടെ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും 2024 സർക്കാർ ജോലിയിലേക്ക് കയറാനായിട്ട് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഈ വീഡിയോയിൽ നമ്മുടെ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ PSC വാർത്തകളും അപ്ഡേറ്റുകളും തൊഴിൽവീതിയിലേക്ക് അപ്ഡേറ്റ്സ് ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതുപോലുള്ള PSC വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കുമായിട്ട് നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ കൂടി മറക്കരുത്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട PSC ന്യൂസുകളെല്ലാം വരുന്നത് ടെലഗ്രാം ചാനലിലാണ്. അപ്പോൾ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനലിലേക്ക് കൂടി ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ഒന്നാമത്തെ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. മാറ്റങ്ങളുമായി 2023 എന്നാണ് പറയുന്നത്. അപ്പൊ 2023 നമ്മുടെ PSCയിൽ നടപ്പിലാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ പ്രൊഫൈൽ വഴി വന്നിട്ടുള്ള സേവനങ്ങളും റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒഴിവാകാനായിട്ടൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രൊഫൈലിലേക്ക് തന്നെ അപ്രോച്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ഇന്ന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമല്ല. അടുത്ത് 2024 കേസാണ് നമുക്ക് നോക്കാനുള്ളത്. പ്രതീക്ഷയോടെ 2024 കാത്തിരിക്കുന്നത് വലിയ പ്രതീക്ഷകളും പരീക്ഷകളും ഒക്കെ ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്രാവശ്യത്തെ നിയമന ശുപാർശ എന്ന് പറയുന്നത് 32,000 എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇത് എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അപ്പൊ 2016 37,000 നിയമന ശുപാർശ പോയിട്ടുണ്ട്. 2017 35,000, 2018 28,000, 19 35,000, 2020 25,000, 21 26,000, 22 22,000, 2023 എന്ന് വെച്ചാൽ ഡിസംബർ 29 വരെ നിലവിൽ എത്ര പോയിട്ടുണ്ട്? 32,867 നിയമന ശുപാർശകളാണ് ഈ വർഷം പോയിട്ടുള്ളത് എന്നാണ് കേരള PSCയിലെ ഈ ഒരു വാർത്തയ്ക്കകത്ത് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്കത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ എന്തായാലും 32,000 നിയമന ശുപാർശ പോയിട്ടുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ പഠിക്കുന്നവർക്കൊക്കെ ജോലി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതൊരു റാങ്ക് ലിസ്റ്റ് വന്നാലും ആദ്യത്തെ ഒരു 200-300 റാങ്കിനകത്ത് തന്നെ വരാനായിട്ട് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള കാലത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷ വെക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും ഒരുപാട് വേക്കൻസികൾ എന്ന് വെച്ചാൽ ഒരുപാട് തസ്തികകളിലേക്കുള്ള വിജ്ഞാപനങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. സിവിൽ പോലീസ് ഓഫീസർ, വിമൻ സിവിൽ പോലീസ് ഓഫീസർ, സബ് ഇൻസ്പെക്ടർ, LP UP അസിസ്റ്റന്റിന്റെ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നേടിയെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ തന്നെ ശ്രമിക്കുക. 2024 ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയ ലക്ഷ്യങ്ങളൊക്കെ ആയിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ആ ലക്ഷ്യങ്ങൾ മറന്നു പോകരുത്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, ആ ഒരു ലക്ഷ്യം നിങ്ങൾ ഫോക്കസ് ചെയ്ത് അതൊരു ഗോളാക്കി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് കഴിയട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പ്രിലിമിനറി മെയിൻസ് രീതി അവസാനിപ്പിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് എല്ലാവരുടെയും മനസ്സിലുള്ള ഡൗട്ടാണ്. പ്രിലിംസ് മെയിൻസ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം അവസാനിപ്പിച്ചോ എന്ന്. അപ്പൊ അതിന്റെ മറുപടിയായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്, പ്രിലിമിനറി മെയിൻസ് പരീക്ഷാ സമ്പ്രദായം അവസാനിപ്പിച്ചോ എന്നത് അവസാനിപ്പിച്ചോ എന്ന അന്വേഷണത്തിന് അങ്ങനെയല്ല അല്ലെങ്കിൽ അങ്ങനെ ഇല്ല എന്ന് പറയുന്ന മറുപടിയാണ് PSC അധികൃതർ നൽകുന്നതെങ്കിലും ഏറെക്കുറെ ഈ പരിഷ്കാരം അവസാനിപ്പിച്ചതായിട്ടാണ് വ്യക്തമാക്കുന്നത്. കാര്യം, സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിൽ ഈ പരിഷ്കാരം കഴിഞ്ഞ തവണ അവസാനിപ്പിച്ചിരുന്നു. LDC ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലും 2 ഘട്ട പരീക്ഷ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ബിരുദ നിലവാരത്തിലുള്ള പരീക്ഷ അല്ലെങ്കിൽ പ്രധാന പരീക്ഷ തസ്തികകളിൽ മാത്രം 2 ഘട്ട തുടർന്നേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം കേട്ടോ. എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ CPO അതുപോലെ തന്നെ WCPO പരീക്ഷയ്ക്ക് പ്രിലിംസ് ഉണ്ടാകത്തില്ല. കൂടാതെ LDC അതുപോലെ തന്നെ LGS പരീക്ഷകൾക്കും പ്രിലിംസ് ഉണ്ടാകത്തില്ല. പിന്നെ ഒരു ഡൗട്ട് ഇപ്പൊ നിലനിൽക്കുന്നത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കാണ്. എന്ന് പറയുമ്പോൾ നിലവിൽ ഇപ്പോൾ വിളിച്ചിട്ടുള്ള സബ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്കുള്ള സെക്രട്ടറി അവരുടെയൊക്കെ പോസ്റ്റുകളിലേക്ക് മിക്കവാറും ഈ പറയും പോലെ പ്രിലിംസ് കാണാനുള്ള ചാൻസ് കൂടുതലാണ്. കാര്യം അതൊക്കെ കുറച്ചും കൂടി ഹൈ ലെവൽ എക്സാംസ് ആണ്. അതുകൊണ്ട് അതിന് പ്രിലിംസ് കാണാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അതും PSCയുടെ കാര്യത്തിൽ കൺഫർമേഷൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഇത്രയും പരീക്ഷകൾ, ഈ പറയുന്ന 4 പരീക്ഷകൾക്ക് എന്തായാലും 4 ഈ ഫോഴ്സ് എക്സാംസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫയർമാൻ നമുക്ക് ഇല്ലായിരുന്നു. അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസറിനും ഈ പറയുന്ന പ്രിലിംസ് എക്സാമിനേഷൻ ഇല്ല. അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിനും പ്രിലിംസ് എക്സാമിനേഷൻ ഇല്ല. അപ്പൊ ഇങ്ങനെ പറയുന്ന ഒരുപാട് പരീക്ഷകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന നമ്മുടെ പ്രിലിംസ് പരീക്ഷ അല്ലെങ്കിൽ പ്രിലിംസ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം എടുത്ത്
കളഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാംസിന്റെ കാര്യത്തിലേക്ക് ഒരു കൺഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് PSC തന്നെ പറയേണ്ടതാണ്. നമുക്ക് പറയാം, നമ്മൾ പറയും പോലെ ഒന്നും അല്ല കാര്യങ്ങൾ കേട്ടോ. അപ്പോ ബാക്കി കാര്യത്തിലേക്ക് കടക്കാം. അതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ ഇന്ന് രാവിലെ തന്നെ സിവിൽ പോലീസ് ഓഫീസറിന്റെ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ സിലബസ് അപ്ഡേറ്റ് ആവുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി വരുന്ന സിലബസ് എന്ന് പറയുമ്പോൾ ബാക്കി വരുന്ന സ്പെഷ്യൽ ടോപ്പിക്കുകളും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് എങ്ങനെ സെറ്റ് ചെയ്തെന്നോ അതുപോലെ തന്നെ ഇത്തവണയും സെറ്റ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്രാവശ്യം കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ PDF മെറ്റീരിയൽസ്, മോഡൽ എക്സാം, മോക്ക് ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കോഴ്സ് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ, വിമൻ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയൊക്കെ എഴുതുന്നവര് ഈ ഒരു കോഴ്സിലേക്ക് ഇന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് 500 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ കോഴ്സിന്റെ ഫീസിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു നമ്പറിലേക്ക് 9961116927 എന്ന് പറയുന്ന നമ്പറിലേക്ക് 500 രൂപ പേയ്മെന്റ് ചെയ്യുക. പേയ്മെന്റ് ചെയ്തിട്ട് ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയക്കുക, പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് അയക്കുക. അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ എന്ത് ചെയ്യും, ഈ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ളത്. അപ്പൊ CPO അതുപോലെ തന്നെ WCPO പരീക്ഷ എഴുതുന്ന എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ഇന്ന് നല്ലൊരു തുടക്കമായിട്ട് ആരംഭിച്ചുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളൊരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് കുറച്ചായിട്ട് പഠിച്ചു പോകാം. അപ്പൊ ഇതിൽ മാറ്റമില്ലാത്ത കുറെ ടോപ്പിക്കുകളുണ്ട്. അപ്പൊ അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം പഠിക്കാം. ഈ മാറ്റം വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ. അതുപോലെ തന്നെ LDCയുടെയും LGSന്റെയും ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ നിലവിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ ക്ലാസ്സുകൾ ഇപ്പൊ ഏകദേശം ഒരു 6-7 ക്ലാസ്സുകളായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബാക്കി ക്ലാസ്സുകൾ നമ്മൾ നാളെ മുതൽ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. അപ്പൊ LDCക്കും LGSനും വേണ്ടിയിട്ട് ഉള്ള പേയ്മെന്റ് എന്ന് പറയുന്നത് 200 രൂപയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു പേയ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ട നമ്പർ സെയിം നമ്പർ തന്നെയാണ്. അപ്പൊ ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യുക, കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങും കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ബാക്കി ന്യൂസിലേക്ക്, അപ്ഡേറ്റുകളിലേക്ക് തന്നെ കടക്കാം. അപ്പൊ ഇതിനകത്ത് പറയുന്നുണ്ട് അപേക്ഷ 1 കോടിയിലധികം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ കേരളത്തിലെ ഉദ്യോഗാർത്ഥികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കേരളത്തിലെ യുവതി യുവാക്കളൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലെ. 2023 PSC അപേക്ഷകർ 1 കോടിയിലേക്ക് അല്ലെങ്കിൽ 1 കോടിയിലധികം എത്തും. നവംബർ 15 വരെ ഏകദേശം 82 ലക്ഷം പേരാണ് വിവിധ തസ്തികകളിലായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ഗ്രേഡ് ഉൾപ്പെടെയുള്ള തസ്തികയിലെ അപേക്ഷകരുടെ എണ്ണം കൂടാതെയുള്ള കണക്കാണിത്. അപ്പൊ അവരുടെ കണക്കൂട് വരുമ്പോഴത്തേക്കും എന്തായാലും ലിസ്റ്റ് അല്ലെങ്കിൽ അവരുടെ അപേക്ഷിച്ചവരുടെ എണ്ണം 20 കോടിയിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് പറയുന്നത് ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നില്ല, ജല അതോറിറ്റിയോട് PSC വിശദീകരണം തേടി അല്ലെ. അപ്പൊ നല്ലൊരു കാര്യം തന്നെയാണ്. PSC കുറച്ചും കൂടി വിജിലന്റ് ആവുന്നു എന്നാണ് തോന്നുന്നത്. കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുതിയ ചെയർമാൻ പുള്ളിക്കാരൻ നമുക്ക് വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു എന്ന് തന്നെ പറയണം. നല്ലത് തന്നെ പറയുക, മോശമാണെങ്കിൽ മോശമായിട്ട് തന്നെ പറയുക. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്ന കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഏകദേശം ഇതുവരെ മുടങ്ങിക്കിടന്ന എല്ലാ പരീക്ഷകളും നടത്തണമെന്ന് പറഞ്ഞിട്ടൊരു 3 മാസം മുന്നേ ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഭാഗമായിട്ട് പണ്ട് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 4-5 വർഷം മുന്നേ അപ്ലൈ ചെയ്തിട്ട് എക്സാം നടത്താത്ത എക്സാമിനേഷൻ വരെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നല്ല കേസാണ്. കാര്യം ഒരുപാട് പേര് ഏജ് ഓവറായി പോയവർക്ക് വരെ പരീക്ഷ എഴുതാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ പുള്ളിക്കാരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ICDS, നമ്മുടെ ICDSന്റെ സൂപ്പർവൈസർ സാധ്യതാ ലിസ്റ്റില് 225 പേരെന്ന് പറയുന്നുണ്ട്. ഫാം വർക്കറിന്റെ മെയിൻസ് പരീക്ഷയില് 3695 പേര്, അതിലൊക്കെ 100 മാർക്ക് വാങ്ങിച്ചവർ അതിനകത്തുണ്ട് കേട്ടോ. ഈ ഫാം വർക്കറിന്റെ പരീക്ഷയ്ക്കൊക്കെ 100 മാർക്ക് വാങ്ങിച്ചവരെ എനിക്കറിയാം. അതുപോലെ തന്നെ LGS തിരുവനന്തപുരത്തേക്ക് 48 പേർക്ക് കൂടി നിയമനം പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിലേക്ക് 4236 അപേക്ഷകർ വന്നിട്ടുണ്ട്. വിവിധ ജില്ലകളിലേക്കായിട്ടുള്ള അപേക്ഷകരുടെ എണ്ണം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് ചെക്ക് ചെയ്യുക. യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെ നിയമന ശുപാർശ 500 കടന്നു എന്ന് പറയുന്നുണ്ട്. എക്സൈസിന്റെ ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റിൽ 164 പേരാണ് വന്നിട്ടുള്ളത്. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 6 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ MDയുടെ വിജ്ഞാപനങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഡയബറ്റിക് രോഗികൾക്ക് PSC പരീക്ഷാ ഹാളിൽ പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവർക്ക് ഇൻസുലിൻ, അതുപോലെ തന്നെ പെൻസുലിൻ, അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകളും കാര്യങ്ങളും ഒക്കെ പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള മുൻഗണനകളാണ്. അല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് മരുന്നും കാര്യങ്ങളും കൂടി എന്ത് ചെയ്യാം, പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകാം. അതുപോലെ തന്നെ അസിസ്റ്റന്റ് ജയിലറിന്റെ റാങ്ക് ലിസ്റ്റിൽ 242 പേരെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈസ്കൂൾ ടീച്ചറിന്റെ ഇംഗ്ലീഷ് തിരുവനന്തപുരം നിയമന ശുപാർശ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ KSEBയിലേക്കുള്ള എഞ്ചിനീയർ ഷോർട്ട് ലിസ്റ്റിൽ 734 പേരാണ് വന്നിട്ടുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും, നമ്മുടെ കേരള PSCയിലെ 179 തസ്തികയിലേക്ക് വിജ്ഞാപനം വന്നിട്ടുണ്ട്. 29-ാം തീയതിയാണ് ഇതിന്റെ വിജ്ഞാപനം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതനുസരിച്ചുകൊണ്ട് ഒരുപാട് തസ്തികകൾ, അതിൽ ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന ഒരുപാട് തസ്തികകൾ ഉണ്ടായിരുന്നു. അതിൽ നമുക്കറിയാം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഏതാണ്? ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്കുള്ള സെക്രട്ടറി പോസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ പോസ്റ്റ് വന്നിട്ടുണ്ട്. സിവിൽ പോലീസ് ഓഫീസർ,
വിമൻ സിവിൽ പോലീസ് ഓഫീസർ, അതുപോലെ തന്നെ LP അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഹൈസ്കൂൾ ടീച്ചറിന്റെ വിവിധ തസ്തികയിലേക്കുള്ളവരുടെ വിജ്ഞാപനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുമ്പോൾ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന 10th ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ള ജോലിയാണ് ഓഫീസ് അറ്റൻഡന്റിലേക്ക് നിങ്ങൾക്ക് നിലവിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ ഒരുപാട് നമ്മുടെ 10th ക്ലാസ് തൊട്ട് ഡിഗ്രി ലെവൽ വരെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് തസ്തികയിലേക്കാണ് നിലവിൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുള്ളത്. അതിന്റെ കാറ്റഗറി നമ്പറും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. കണ്ടല്ലോ, ഇതിനകത്ത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ പ്രായം 18-36 ആണ്. ശമ്പളം ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറുടെ കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സബ് ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 36 വയസ്സ് എന്നുവെച്ചാൽ 35 വയസ്സ് വരെയാണ് എന്ന് പറഞ്ഞാൽ 20 വയസ്സ് മുതൽ 35-36 വയസ്സ് വരെയാണ് നിങ്ങൾക്ക് സബ് ഇൻസ്പെക്ടർ എഴുതാനായിട്ട് കഴിയുക കേട്ടോ. അപ്പൊ അതിനകത്ത് തന്നെ എഴുതിയെടുക്കാനായിട്ട് താല്പര്യമുള്ളവർ അതൊക്കെ എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വനിതാ സിവിൽ പോലീസ് ഓഫീസർ, നമ്മുടെ വനിതാ പോലീസ് കോൺസ്റ്റബിൾ WPO കേട്ടോ, നമ്മുടെ വനിതാ സിവിൽ പോലീസ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. കാറ്റഗറി നമ്പറും കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്. അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ, ഡ്രൈവർ, അതുപോലെ തന്നെ CPOയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയ്ക്ക് അത് ഡിസ്കസ് ചെയ്തതാണ്. LP സ്കൂൾ ടീച്ചറിന്റെ വിജ്ഞാപനം ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡന്റിന്റെ വിജ്ഞാപനം വന്നിട്ടുണ്ട്. അതുപോലെ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2, പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി എന്ന് പറഞ്ഞിട്ട് ആംഡ് പോലീസ് ബറ്റാലിയനിലേക്കുള്ള പോലീസ് കോൺസ്റ്റബിൾ വന്നിട്ടുണ്ട്. 7 ബറ്റാലിയനുകളിലേക്കായിട്ടാണ് ഇത് വിളിച്ചിട്ടുള്ളത്. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ CPOയുടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. CPOയുടെ ക്ലാസ്സുകളിലേക്ക് തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സ് കാണുന്ന, നമ്മുടെ ക്ലാസ്സുകളിലേക്ക് വീഡിയോ കാണുന്ന എല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ജോയിൻ ചെയ്താൽ അതിനുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സർവേയർ ഗ്രേഡ് 2, അതുപോലെ തന്നെ ഇതൊക്കെ നമ്മുടെ ബാക്കിയുള്ള തന്നെ ഏകദേശം 179 തസ്തികൾ വന്നിട്ടുണ്ട്. ഹൈസ്കൂൾ ടീച്ചറിന്റെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നഴ്സറി സ്കൂൾ ടീച്ചറിനെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ PDF ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഇട്ട് തരാം. എന്ന് വെച്ചാൽ നമ്മുടെ ഏതിന്റെ ഗസറ്റ് വിജ്ഞാപനത്തിന്റെ നമ്മുടെ തൊഴിൽ രീതിയിലെ PDF ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അത് കോപ്പിറൈറ്റ് ഉള്ളതാണ്, പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ 62 FACTയിലേക്ക് 62 മാനേജർ ടെക്നീഷ്യന്റെ ഒഴിവുകൾ നിലവിൽ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ IT മിഷനിലേക്ക് 23 ഒഴിവുകൾ വന്നിട്ടുണ്ട്. പിന്നെ നാഷണൽ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് 247 ഓഫീസറിന്റെ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഡൽഹി സർക്കാരിൽ നിന്ന് ഏകദേശം 4214 ഒഴിവുകൾ. ഇപ്പൊ നിങ്ങൾ കേരള PSC നോക്കുന്നതോടൊപ്പം സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് കൂടി നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. കാര്യം അതിലേക്ക് ഒരുപാട് തസ്തികളൊക്കെയാണ് വിളിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും ആ പറഞ്ഞ കാര്യം പോലെ ഈ പറയുന്ന നമ്മുടെ PSCയിലെ കൂടെ തന്നെ പറ്റുമെങ്കിൽ നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് കൂടി നിങ്ങളൊന്ന് നോക്കുക. എന്തായാലും ഒരു വഴിക്ക് പോയാൽ എന്തായാലും നനഞ്ഞു, ഇനിയിപ്പം കുളിച്ചു കയറാന്ന് പറയും പോലെ തന്നെ. അതുപോലെ തന്നെ നമ്മുടെ ടൈപ്പിസ്റ്റ് പരീക്ഷ തസ്തിക തന്നെ ഇല്ലാതാക്കരുതെന്ന് പറയുന്നുണ്ട്. LD ക്ലർക്ക് തമിഴ് മലയാളം പുതിയ ലിസ്റ്റിലെ നിയമനം എവിടെ? അപ്പോൾ ഈ പറയുന്ന പോലെ ഒരുപാട് ലിസ്റ്റുകൾ ഇതുപോലെ പെൻഡിങ് ആണ്. അപ്പോൾ ആ പറയുന്ന പെൻഡിങ് ലിസ്റ്റുകളൊക്കെ നിങ്ങളൊന്ന് നികത്താനായിട്ട് ശ്രമിക്കുക. PSC ദിസ് വീക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ആഴ്ച നടത്തിയിട്ടുള്ള പരീക്ഷ, ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. PSC അഡ്വൈസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫയർമാന്റെയും CPO ഇടുക്കി, LGS പത്തനംതിട്ട, LPSC കോട്ടയത്തിന്റെ കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഈ വർഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമായി തീരട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കുന്ന എല്ലാവർക്കും ജോലിയിലേക്ക് കയറാനായിട്ട് കഴിയട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് സിവിൽ പോലീസ് ഓഫീസറിന്റെ 1ാമത്തെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ CPO പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവരും ആ ക്ലാസ് ഒന്ന് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കോഴ്സിലേക്ക് കൂടി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോ ഡിസ്കസ് ചെയ്യാം. പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ മറക്കരുത്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.